സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു കഥ പറയാം. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഇത് സ്നേഹത്തിൻ്റെ കഥയാണ്, സൗഹൃദത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും എല്ലാവർക്കും വേണ്ടി ഞാനിത് പറയുന്നു. ഈ കഥ ഒരിക്കലും പിരിയാത്ത 4 കൂട്ടുകാരുടെ കഥയാണ്. ഇവർ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിരുന്നു. ആ സമയത്ത് സിറ്റിയിൽ ആകെ ഒരു ആഡംബര ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് അവർ പിരിയുന്നതിന് മുമ്പ് ഈ ഹോട്ടലിൽ ഒത്തുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചു. നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഒരു ഞായറാഴ്ച രാവിലെ കൃത്യം 9 മണിക്ക് അവരെല്ലാവരും ഹോട്ടലിലെത്തി. ജോർജ്, ശ്രീനിവാസൻ, മുഹമ്മദ്, ഹരീന്ദ്രൻ, തോമസ് എന്നീ സുഹൃത്തുക്കൾ ആവോളം സംസാരിച്ചു. പിരിയുന്നതിലുള്ള വിഷമം അവരുടെ മുഖത്തും സംസാരത്തിൽ നിഴച്ചു വന്നു. സംസാരത്തിനിടയിൽ എല്ലാവരും കൂടി ഒരു നിർദ്ദേശം ഏകകണ്ഠേന അംഗീകരിച്ചു. ഇന്നേക്ക് കൃത്യം 50 വർഷങ്ങൾക്ക് ശേഷം, അതായത് മെയ് 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഹോട്ടലിൽ അവർ ഒത്തുചേരും. അത്രയും നാൾ അവരോരോരുത്തരും വളരെ നന്നായി അധ്വാനിക്കും. ഇക്കാലം കൊണ്ട് എത്രമാത്രം ഉന്നതിയിൽ ഓരോരുത്തരും എത്തിയെന്ന് അപ്പോൾ അവർക്ക് അറിയുകയും ചെയ്യാം. ആരാണോ അന്ന് ഹോട്ടലിൽ ഏറ്റവും അവസാനം വന്നതെന്ന് അവരാകും അന്നത്തെ ബില്ല് കൊടുക്കേണ്ടതെന്നും തീരുമാനമായി. ഹോട്ടലിലെ വെയിറ്ററായിരുന്ന ജോസഫ് ഈ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ടാണ് ഇരുന്നത്. അന്ന് ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞാനും വെയിറ്റ് ചെയ്യും, വെയിറ്റർ നയം വ്യക്തമാക്കി. ശേഷം 4 പേരും 4 ദിക്കുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പിരിഞ്ഞു. ജോർജ് ആ സിറ്റിയിൽ നിന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം അടുത്ത സിറ്റിയിലേക്ക് താമസം മാറ്റി. ശ്രീനിക്ക് കോളേജ് അഡ്മിഷൻ കിട്ടിയത് തലസ്ഥാന നഗരിയിലാണ്. ഹരിക്കും തോമസിനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ തരപ്പെട്ടത്. ആഴ്ചകൾ മാസങ്ങളിലേക്കും മാസങ്ങൾ വർഷങ്ങളിലേക്കും വർഷങ്ങൾ ഉരുണ്ടു നീങ്ങി. 50 വർഷങ്ങളിലും അവർ വീണ്ടും ഒന്നിക്കാമെന്ന് തീരുമാനിച്ച മെയ് 1 എത്തി. മുന്നോട്ടിലുള്ള ഈ 50 വർഷങ്ങളിൽ അവിശ്വസനീയമായ മാറ്റമാണ് അവരുടെ അന്നത്തെ കൊച്ചു സിറ്റിക്ക് സംഭവിച്ചത്. ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. അമ്പലചുംബികളായ കെട്ടിടങ്ങളും വിശാലമായ ഹൈവേയും മാളും ഒക്കെയായി അവിടം വളരെ പുരോഗമിച്ചു. അവർ ഒത്തുകൂടിയ പഴയ ആ ഹോട്ടൽ ഇന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അന്നത്തെ വെയിറ്ററായിരുന്ന ജോസഫ് ഇന്ന് ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനുമായി. ഏതാണ്ട് ഉച്ചസമയമായപ്പോൾ ഒരു ബെൻസ് കാർ ഹോട്ടലിന് മുന്നിൽ വന്നു. സുഹൃത്തുക്കളിൽ ഒരാളായ ജോർജ് കാറിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് നടന്നു. ഇന്ന് അയാൾ 3 ജ്വല്ലറികളുടെ ഉടമസ്ഥനാണ്. ജോർജ് പതിയെ നടന്ന് ഹോട്ടലുടമയായ ജോസഫിൻ്റെ അടുത്തെത്തി. അവർ പരസ്പരം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തോമസ് 1 മാസം മുമ്പേ തന്നെ നിങ്ങൾക്കായി ഒരു ടേബിൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു, ജോസഫ് ഉത്സാഹത്തോടെ പറഞ്ഞു. ഞാൻ ആദ്യം അവിടെ എത്തിയതിൽ ജോർജ് അതിയായി സന്തോഷിച്ചു. താനാണ് ആദ്യം എത്തിയതിനാൽ ബില്ല് കൊടുക്കേണ്ടി വരില്ല എന്ന് മറ്റു സുഹൃത്തുക്കളോട് വീരവാദം പറഞ്ഞ് തമാശ ഉണ്ടാക്കാൻ ഒരവസരമായി അയാളതോർത്ത് മനസ്സിൽ ചിരിച്ചു. ശ്രീനിയാണ് 2ാമതെത്തിയത്. അയാൾ ഇന്ന് അറിയപ്പെട്ട കോൺട്രാക്ടറാണ്. അയാളുടെ തലയൊക്കെ നന്നായി നരച്ച് കുഴവേലൊക്കെ ആയി ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിപ്പിച്ചു. ജോർജും ശ്രീനിയും ഓരോരോ വിഷയങ്ങൾ പങ്കുവച്ച് മറ്റു 2 പേർക്കുമായി കാത്തിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് ഹരി എത്തിയത്. അയാൾ ഇന്നൊരു പറയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. അവർ 3 പേരും 4-മനായ തോമസിന് വേണ്ടി വാതിൽക്കലേക്ക് നോക്കി. എന്ത് പറ്റി കാണും എന്ന് ചിന്തിച്ചു അക്ഷമയോടെ കാത്തു നിന്നു. ആ സമയം ഹോട്ടലുടമ ജോസഫ് തോമസിൻ്റെ ഒരു സന്ദേശമായി എത്തി. നിങ്ങൾ സ്നാക്കൊക്കെ കഴിച്ച് പതിയെ ഭക്ഷണം ആരംഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹം എത്തുന്നതാണ്, ജോസഫ് അറിയിച്ചു. എത്തിയ 3 പേരും തമാശകൾ പറഞ്ഞും മദ്യം നുകർന്നും വളരെ സമയം ചെലവഴിച്ചു. അപ്പോഴും തോമസ് എത്തിയില്ല. ജോസഫ് വീണ്ടും തോമസിൻ്റെ മറ്റൊരു സന്ദേശം അവരെ അറിയിച്ചു. അവിചാരിതമായ ചില അസൗകര്യങ്ങൾ നിമിത്തം അദ്ദേഹം വീണ്ടും താമസിക്കും. തന്നെ കാത്തിരിക്കാതെ പ്രധാന ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങിക്കൊള്ളും. അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഓർഡർ ചെയ്തു. അവ കഴിച്ചു കഴിഞ്ഞിട്ടും തോമസ് എത്തിയില്ല. കാത്തിരുന്ന് മുഷിഞ്ഞ കൂട്ടുകാർ ഭക്ഷണത്തിന് ശേഷം ബില്ല് ആവശ്യപ്പെട്ടു. ബില്ല് ഓൺലൈനിൽ പേ ചെയ്യപ്പെട്ടു എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. 8 മണി സമയമായപ്പോൾ അവർ പിരിയാൻ ആരംഭിച്ച സമയത്ത് ഹോട്ടലിന് മുന്നിൽ ഒരു കാർ വന്നു. അതിൽ നിന്ന് ഭംഗിയായി വസ്ത്രം ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് എത്തി. അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അടുത്തെത്തിയ മാന്യൻ അവരോട് പറഞ്ഞു, ഞാൻ പീറ്റർ, നിങ്ങളുടെ കൂട്ടുകാരൻ തോമസിൻ്റെ മകനാണ് ഞാൻ. എൻ്റെ പിതാവ് എന്നോട് നിങ്ങളുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ ദിവസത്തിനുള്ള വേണ്ടിയുള്ള കാത്തിരിപ്പിലുമായിരുന്നു. എന്നാൽ ഏറെക്കാലം രോഗശൈലിയിലായിരുന്ന പിതാവ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. മുൻകൂട്ടി കണ്ടിട്ടെന്ന പോലെ ഈ ദിവസത്തിന് മുമ്പ് താനെങ്ങാൻ മരണപ്പെട്ടാൽ എന്നോട് ഇവിടെ എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതും താമസിച്ച്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞു, താൻ ഈ ലോകത്തില്ലെന്നറിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുകയോ തമാശ പറഞ്ഞ് ആനന്ദിക്കുകയോ ഇല്ല. അങ്ങനെ ഈ കൂടിക്കാഴ്ച ആനന്ദം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാണ്. അത് അനുവദിച്ചുകൂടാ.
അതിനാലാണ് പിതാവ് എന്നോട് ഇങ്ങനെ വൈകി എത്താൻ മതിയെന്ന് പറഞ്ഞത്. നിങ്ങളെ കാണുമ്പോൾ എല്ലാവരെയും ആശ്ലേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞ് നിറകണ്ണുകളിലൂടെ കൈകൾ വിരിച്ച് അവരെ ആശ്ലേഷിക്കാനായി അദ്ദേഹം ആഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ടിരുന്നവർക്ക് അദ്ദേഹത്തെ എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി. പീറ്റർ വീണ്ടും തുടർന്നു. ഇവിടെ നിന്നും പോയ പിതാവ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കോളേജിൽ അധ്യാപകനായി. എനിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി. ഞാനിന്ന് ഈ സിറ്റിയുടെ ഗവർണറാണ്. കഥ കേട്ട് എല്ലാവരും ആവശ്യപ്പെട്ടു. ഇനി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും ഒരു 50 കൊല്ലം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. എല്ലാ കൊല്ലവും ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ഒത്തുചേരണം. അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്, അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ചിലവഴിക്കാനുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അതിനായി ഒരു വിശേഷ അവസരത്തിനായി കാത്തിരിക്കുകയും അരുത്. ഈ ലോകത്ത് നിന്ന് ആര് എന്ന് വിട പറയുമെന്ന് നമുക്കറിയില്ലാത്തതിനാൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. തങ്ങൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിലെത്തിയാൽ ഓരോരുത്തരും അവിടെ ഇറങ്ങിയേ തീരൂ. മറ്റുള്ളവരുടെ മനസ്സിൽ മങ്ങിയ ഓർമ്മപ്പാടുകൾ മാത്രം അവശേഷിപ്പിച്ചിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ആകുന്നത്ര സമയം ചിലവഴിക്കുക. സുഹൃത്ബന്ധങ്ങളുടെ ആഴം കൂടിച്ചേരലുകൾ വഴി നിലനിർത്തുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ സന്തോഷകരമായി ആസ്വദിക്കുക. നമ്മുടെ കൂടിച്ചേരലുകൾ വിശേഷ ദിവസങ്ങൾ മാത്രമാകാതെ അവസരം കിട്ടുമ്പോഴെല്ലാം ചെയ്യുക. ഒരു പ്രത്യേക കാരണവും വേണമെന്നില്ല അതിന്. അങ്ങനെ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ വടവൃക്ഷം ഊഷ്മളതയോടെ പടർന്ന് പന്തലിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്കായി സമയം കണ്ടെത്തണം. അങ്ങനെ ജീവിതത്തിൻ്റെ സൗന്ദര്യം പൂത്തുലയട്ടെ. നന്ദി, നമസ്കാരം.